UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് 2 മാസം കഴിഞ്ഞതേയുള്ളൂ. ഇപ്പോഴേ തുടങ്ങി വിവാദങ്ങളുടെ പരമ്പര. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് മെയ് 1-ാം തീയതി VD സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നടത്തിയ മംഗലാപുരം യാത്ര. ആരെയാണ് കാണാൻ പോയത്? കണ്ടത് അദാനിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനെയാണ്. പക്ഷേ VD സതീശൻ പറഞ്ഞത് ഞാൻ അങ്ങനെ കണ്ടിട്ടേയില്ല, കണ്ടത് ആര്യാടൻ മുഹമ്മദിൻ്റെ, മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുക്കളെയായിരുന്നു എന്ന്. കൂടെ പോയതോ ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ചോദ്യം ചെയ്ത വ്യക്തി. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ എന്തിന് VD സതീശൻ യാത്ര ചെയ്തു എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിന് അദാനിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനെ വോട്ടെടുപ്പിന് മുമ്പ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി കണ്ടു എന്ന ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട്. ഇതുവരെയും വ്യക്തമായ ഉത്തരം മുഖ്യമന്ത്രി VD സതീശൻ നൽകിയിട്ടില്ല. ഇപ്പോഴിതാ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇത് നയതന്ത്ര കള്ളക്കടത്താണ്. സ്വപ്ന സുരേഷിൻ്റെ നേതൃത്വത്തിൽ നടന്ന നയതന്ത്ര കള്ളക്കടത്ത് സംഭവ പരമ്പര. അതിൽ ഒരു കേസുണ്ടായിരുന്നു, ഡോളർ കടത്ത് കേസ്. ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്ത വ്യക്തി, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് കോഴിക്കോട് NITയുടെ ഗവേണിംഗ് ബോഡിയിൽ നിയമിച്ചിരിക്കുന്നു. ഉത്തരവ് പ്രേക്ഷകർക്ക് കാണാം. 2 പേരെയാണ് നിയമിക്കാൻ കഴിയുക, സർക്കാരിനെ നോമിനേറ്റ് ചെയ്യാൻ കഴിയുക. അതിലൊന്ന് K അനന്തമണി. അദ്ദേഹം പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ നേതാവാണ്. സ്വാഭാവികം കോൺഗ്രസുമായി ബന്ധമുണ്ട് എന്ന് പറയാം. പക്ഷേ രണ്ടാമത്തെ ആളാണ് ഡോളർ കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്ത വ്യക്തി. അദ്ദേഹത്തെ NIT കോഴിക്കോടിൻ്റെ ഗവേണിംഗ് ബോഡിയിലേക്ക് നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചത് എന്നാണ് കേൾക്കുന്നത്. പേര് പ്രേക്ഷകർക്ക് പരിചിതമായിരിക്കും. ലഫീർ മുഹമ്മദ്, പൊന്നാനി സ്വദേശിയാണ്, വ്യവസായിയാണ്. ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസ് ചോദ്യം ചെയ്ത വ്യക്തിയാണ്. ചോദ്യം ചെയ്തു എന്നതല്ലേ ഉള്ളൂ, അദ്ദേഹത്തെ പ്രതിയൊന്നുമാക്കിയില്ലല്ലോ എന്ന ചോദ്യവും ഉയരാം. പക്ഷേ ഇത്തരം കളങ്കിത വ്യക്തികളുമായി മുഖ്യമന്ത്രിക്ക് എന്താണ് ബന്ധം? വലിയ ചോദ്യമാണ്. ഡോളർ കടത്ത് ഒരു കാലത്ത് കേരളത്തിൽ വലിയ ചർച്ചയായ വിഷയമാണ്. ഡോളർ കടത്തിയത് ഒരു ഈജിപ്ഷ്യൻ പൗരനായിരുന്നു. ഈജിപ്ഷ്യൻ പൗരനിൽ നിന്ന് ഡോളർ വാങ്ങിയത് ലഫീർ മുഹമ്മദാണ് എന്നാണ് ഉയർന്നു വന്ന ആക്ഷേപം. അതേ തുടർന്നാണ് ചോദ്യം ചെയ്തത്. എന്താണ് അതിൻ്റെ എൻഡ് എന്നത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. കേസിൽ പ്രതിയൊന്നുമാക്കിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ എന്തിന് NITയുടെ ഗവേണിംഗ് ബോഡിയിൽ നിയമിച്ചു? ഈ ചോദ്യം ചോദിക്കുന്നത് മാധ്യമപ്രവർത്തകരല്ല, മാധ്യമ സ്ഥാപനങ്ങളുമല്ല, കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. കോഴിക്കോട് NIT ആണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക്, പ്രത്യേകിച്ച് ഗവേണിംഗ് ബോഡിയിലേക്കൊക്കെ നിയമനം നടത്തുമ്പോൾ കോഴിക്കോട്ടെ കോൺഗ്രസ്സുകാരോടെങ്കിലും ചോദിക്കാമല്ലോ. കോഴിക്കോട് നിന്നുള്ള MP അദ്ദേഹത്തോട് ചോദിക്കാമല്ലോ. DCC പ്രസിഡന്റ് അദ്ദേഹത്തോട് ചോദിക്കാമല്ലോ. ഒന്നും ചോദിച്ചിട്ടില്ല എന്നാണ് MPയും DCC നേതാക്കളും മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് നിയമനം നടത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ഈ ചോദ്യം ചോദിച്ചത് മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ്. അദ്ദേഹത്തോട് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? LDFനെ പരാജയപ്പെടുത്തി UDFനെ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യാനാണോ എന്ന ചോദ്യം ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും പരാജയപ്പെടുന്ന സർക്കാരായി 2 മാസത്തിനകം തന്നെ UDF സർക്കാർ മാറിയോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി, ഡോളർ കടത്തുകാരുമായി എന്താണ് മുഖ്യമന്ത്രിക്കും അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള ബന്ധം? നേരത്തെ മറ്റൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിപ്പട്ടികയിലുള്ള സ്ഥാപനത്തിൻ്റെ അഭിഭാഷകനെ പ്രത്യേക സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേക അഭിഭാഷകനായി നിയമിച്ചു. വലിയ വിമർശനം ഉയർന്നു വന്നു. അദ്ദേഹം ഉത്തരവ് ഇറങ്ങിയ ഉടനെ തന്നെ ചുമതല ഏറ്റെടുക്കുന്നു. പിന്നീട് വിവാദമായ ശേഷം രാജിവെക്കുന്നു. അദ്ദേഹം ഓഫീസിൽ കയറി ചില സുപ്രധാനമായ ഫയലുകൾ അത് എടുത്തു മാറ്റാനാണ് അദ്ദേഹത്തെ ഓഫീസിൽ കയറ്റിയത് എന്ന ചർച്ച ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനായിട്ടാണ്, പ്രത്യേക അഭിഭാഷകനായിട്ടാണ് നിയമിക്കുന്നത്. ആരെ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ അഭിഭാഷകനെ, ആ സ്ഥാപനത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകനെ. എന്ന് വെച്ചാൽ സ്വർണ്ണക്കടത്ത്, ഡോളർ കൊള്ള, ഡോളർ കടത്ത് തുടങ്ങിയ
കളങ്കിത വ്യക്തികൾ, അതുമായി ബന്ധപ്പെട്ട കളങ്കിത വ്യക്തികൾ, അവർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി എന്താണ് ബന്ധം? ആരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുന്നത്? ഈ ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും ഇതിപ്പോൾ വിവാദമായിരിക്കുന്നു. NIT എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതിൻ്റെ ഗവേണിംഗ് ബോഡിയിലേക്ക് വ്യവസായിയായ ലഫീർ മുഹമ്മദിനെയാണ് നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ നേരത്തെ കസ്റ്റംസ് ഡോളർ കടത്ത് കേസിൽ ചോദ്യം ചെയ്തതാണ്. അദ്ദേഹത്തിന് എന്തിന് നിയമനം നൽകി എന്ന ചോദ്യം ഉയർത്തുന്നത് കോഴിക്കോട് നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. രണ്ടുപേരെയാണ് നിയമിച്ചത്. അതിലൊന്ന് K അനന്തമണിയാണ്. അദ്ദേഹത്തിന് പ്രൊഫഷണൽ കോൺഗ്രസുമായി ബന്ധമുണ്ട്. അങ്ങനെയെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് പറയാം കോൺഗ്രസുമായി. ലഫീർ മുഹമ്മദിന് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല. അതാണ് പറയുന്നത് കോഴിക്കോടെ കോൺഗ്രസ് നേതാക്കൾ. എന്തിന് ഇദ്ദേഹത്തെ നിയമിച്ചു? ആരാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ശുപാർശ ചെയ്തത് എന്ന ചോദ്യം ജനങ്ങളോട് പറയുന്നില്ല എങ്കിലും സ്വന്തം പാർട്ടിയിലെ നേതാക്കളോടെങ്കിലും വിശദീകരിക്കണ്ടേ മുഖ്യമന്ത്രി? നാളെ വിവാദമാകാൻ പോകുന്ന, ചർച്ചയാകാൻ പോകുന്ന കാര്യമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് കോഴിക്കോട്ടെ കോൺഗ്രസ് നേതാക്കൾ വലിയ അസംതൃപ്തിയിലാണ്. അവർക്ക് വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം പരസ്യമായി ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ പരസ്യമായി തന്നെ അവർ രംഗത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം.